വിനായക ചതുർത്ഥിയെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത വർഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം എന്ന നിലയിൽ വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ശ്രീ മഹാഗണപതിയുടെ തിരു അവതാര ദിനമാണ് വിനായക ചതുർത്ഥി. അന്നേ ദിവസം ഗണപതി ഭഗവാന്റെ കളിമൺ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ സ്ഥാപിക്കുന്നതോടെ ഗണേശോത്സവം ആരംഭിക്കുകയായി. ഈ വിഗ്രഹം പൂക്കൾ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും വിശേഷ വിധികളോടെ ഉപയോഗിക്കുന്നു. വിഗ്രഹത്തിനു മുന്നിൽ വിളക്ക് തെളിച്ച് 10 ദിവസം യഥാവിധി ഗണേശനെ ഭജനം ചെയ്ത് ഹോമം ചെയ്യപ്പെടുന്നു. പൂജ പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ഗണേശ ഭഗവാന്റെ പ്രിയപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന മോദകം, ഉണ്ണിയപ്പം എന്നിവയാണ് സാധാരണയായി പ്രസാദമായി ഉണ്ടാക്കാറുള്ളത്. 10ാം ദിവസം, അതായത് അനന്ത ചതുർദശി ദിനത്തിൽ മന്ത്രജപങ്ങളോടും വലിയ ആഘോഷത്തോടും ഘോഷയാത്രയായി അടുത്തുള്ള നദിയിലോ കടലിലോ നിമജ്ജനം ചെയ്യുന്നതോടെ ഗണേശോത്സവം പരിസമാപ്തിയാകും. കേരളത്തിൽ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആനയൂട്ട് ചടങ്ങുകൾ നടത്താറുണ്ട്. മഹർഷി വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 10 ദിവസം നിർത്താതെ എഴുതിക്കൊണ്ടേയിരുന്നു. ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്കു പടർന്നു. അത് വൃത്തിയാക്കാനായി 10ാം ദിവസം ഭഗവാൻ സരസ്വതീ നദിയിൽ കുളിച്ചു. ഈ ദിവസം അനന്ത ചതുർദശി ആയിരുന്നു. ഈ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനവും നടത്തുന്നത് എന്ന് ഐതിഹ്യം. ഭാരതത്തിൽ മഹാരാഷ്ട്ര, കർണാടക, കേരളം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ഗണേശോത്സവം ആഘോഷിക്കുന്നു. ശതവാഹന, രാഷ്ട്രകൂട, ചാലൂക്യ എന്നീ രാജവംശങ്ങൾ ഭരിച്ചിരുന്ന BC 271 മുതൽ AD 1190 വരെയുള്ള കാലയളവിലാണ് ഗണേശോത്സവം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. എങ്കിലും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിലാണ് ഗണേശോത്സവം ആരംഭിച്ചത് എന്നാണ്. ജനങ്ങൾക്കിടയിൽ സംസ്കാരവും ഐക്യവും വളർത്തുക എന്നതായിരുന്നു അന്നത്തെ ലക്ഷ്യം. ബ്രിട്ടീഷ് രാജ് കാലത്ത് മറ്റൊരു വഴിത്തിരിവായി 1893 ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ലോകമാന്യ തിലക് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടുന്നതിനായി സ്വകാര്യ കുടുംബ ആഘോഷങ്ങളിൽ നിന്ന് മഹത്തായ ഒരു പൊതുപരിപാടിയിലേക്ക് ഉത്സവത്തെ പുനഃക്രമീകരിച്ചു. പൊതുവേദികളിൽ ഗ്രന്ഥവായനയും കൂട്ടവിരുന്നും അത്ലറ്റിക് ആയോധന മത്സരങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഉത്സവം ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇന്നും മഹാരാഷ്ട്രയിൽ ഗണേശ ഭഗവാൻ ഹൈന്ദവ ദേവൻ എന്നതിലുപരി ദേശത്തിൻ്റെ നാഥനാണ്. മുംബൈയിൽ മാത്രം പ്രതിവർഷം ഏകദേശം 1.5 ലക്ഷം പ്രതിമകൾ നിമജ്ജനം ചെയ്യപ്പെടുന്നു. ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത് ഓഗസ്റ്റ് 27 ബുധനാഴ്ചയാണ്. വ്രതം തലേ ദിവസം തന്നെ തുടങ്ങണം. മത്സ്യമാംസാദികൾ ത്യജിച്ച് പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കണം. പരമാവധി സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. ചതുർത്ഥി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തണം. ഏതെങ്കിലും ദ്രവ്യം ഹോമത്തിന് സമർപ്പിക്കുക. പറ്റിയാൽ ദിവസം മുഴുവനും ഗണപതി ക്ഷേത്രത്തിൽ ഇരിക്കുകയും അവിടെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം. ഗണേശ പുരാണം, അഷ്ടോത്തരം, ഗണേശ ഗായത്രി, സഹസ്രനാമം, സങ്കടനാശന ഗണേശ സ്തോത്രം എന്നിവയെല്ലാം ജപിക്കാം. പൂർണ്ണ ഉപവാസം സാധിച്ചാൽ അതാണ് നല്ലത്. അല്ലാത്ത പക്ഷം പഴങ്ങൾ, ക്ഷേത്രത്തിലെ പടച്ചോർ എന്നിവ ഭക്ഷിക്കാം. ചതുർത്ഥിയുടെ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാം. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകൾ കറുകമാല, മുക്കുറ്റിമാല എന്നിവയാണ്. ചതുർത്ഥി ദിവസം ഈ മാലകൾ ചാർത്തുന്നത് അതിവിശേഷമാണ്. മറ്റു ദിവസങ്ങളിലും ഈ മാലകൾ ചാർത്താവുന്നതാണ്. ഭഗവാന്റെ ഓരോ ഭാവത്തിനും ഓരോ ഫലസിദ്ധിയാണ് വിധി. ബാലഗണപതിയെ ദർശിക്കുന്നത് അഭീഷ്ടസിദ്ധിക്കാണ്. വീരഗണപതിയെ ശത്രുനാശം വരുത്തും. കച്ചവടത്തിലെ വിജയത്തിന്
ഉച്ഛിഷ്ട ഗണപതി ദർശനം ഗുണം ചെയ്യും. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മി ഗണപതി ദർശനം. സർവാഭീഷ്ട സിദ്ധിയാണ് മഹാഗണപതി ദർശന ഫലം. നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഹരിദ്രാ ഗണപതിയെ ദർശിക്കണം. ദുഃഖമോചനത്തിന് സങ്കടഹര ഗണപതി ദർശനം നല്ലതാണ്. കടം മാറുന്നതിന് ഋണമോചന ഗണപതിയെ പ്രാർത്ഥിക്കാം. ആഗ്രഹ സാഫല്യത്തിന് സിദ്ധി ഗണപതി, ഐശ്വര്യത്തിന് ക്ഷിപ്രഗണപതി, വിഘ്നനിവാരണത്തിന് വിഘ്നഗണപതി, ലക്ഷ്യപ്രാപ്തിക്ക് വിജയ ഗണപതി എന്നിവയും പ്രാർത്ഥിക്കാവുന്നതാണ്.